ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളായി ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി നേഴ്സസ് ടൈമിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് മാസത്തിലെ 4-ാമത്തെ ആഴ്ച. ലോകമെമ്പാടുമുള്ള 2 കോടിയോളം വരുന്ന നേഴ്സുമാരെ ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ച് അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായി തിരഞ്ഞെടുത്ത ദിവസം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നമ്മൾ ദുഃഖത്തിൻ്റെ താഴ്വരയിലൂടെ നടക്കുകയായിരിക്കാം. വലിയ നിരാശയുടെ പടുകുഴിയിലായിരിക്കാം നാം ഇപ്പോൾ. എവിടെയുമായിക്കൊള്ളട്ടെ, നമ്മെ മാറോട് ചേർക്കുന്ന നമ്മുടെ ഈശോ
ഇതാ നമ്മുടെ മധ്യയിലേക്ക് കടന്നു വരുന്നു. ജെറമിയ 30:17 ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. നമ്മുടെ മുറിവുകൾ ഈശോയുടെ തിരുമുറിവുകളോട് ചേർത്ത് വയ്ക്കാം. അബുദാബി നേഴ്സസ് മിനിസ്ട്രിയോടൊപ്പം നമുക്കും ഈശോയെ ആരാധിക്കാനായി കടന്നു ചെല്ലാം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ ഈശോയെ നിന്റെ രൂപം, ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ, ഈശോയെ നിന്റെ രൂപം, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ, ഈ ബലിവേദിയിലെന്നും ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ, ഈ ബലിവേദിയിലെന്നും അതിവാദം ഞങ്ങൾ ആരാധന ആരാധന ഈശോയുടെ മമ്മയോടും ചേർന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടെ നമുക്ക് ആരാധിക്കാൻ കഴിയുന്നവരെ, ദിവ്യകാരുണ്യ രൂപനായ ഈശോയെ ഞങ്ങൾ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും കൈകൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരേ മനസ്സോടുകൂടെ സർവ്വതും മറന്നുകൊണ്ട് സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴുന്ന ദിവ്യകാരുണ്യ രൂപനായ ഈശോയെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗവാസികളോട് ചേർന്നുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലോകത്തിന്റെ ഒരേ ഒരു പ്രതീക്ഷയായ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ജെറൂസലേമിലും ജെറീക്കോയിലും യൂദയായാലും സമരിയായാലും
നിരവധി അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ട് കടന്നുപോയ അത്ഭുതങ്ങളുടെ രാജാവേ, ഇപ്പോൾ ദിവ്യകാരുണ്യ രൂപനായി ഞങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ദിവ്യകാരുണ്യ രൂപനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ലൂക്കാ 8:42 നമ്മൾ ഇപ്രകാരം കാണുന്നു: അവൻ കടന്നു പോകുമ്പോൾ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നു, ആളുകൾ ഉന്തും തള്ളും ഉണ്ടാക്കുന്നു അവനെ ഒന്ന് സ്പർശിക്കുവാനായിട്ട്. അപ്പോൾ അതാ 12 വർഷക്കാലമായി രക്തസ്രാവമുണ്ടായിരുന്നവളും തന്റെ സ്വത്ത് മുഴുവൻ വിറ്റിട്ടും ഒരു വൈദ്യന്മാർക്കും സുഖപ്പെടുത്തുവാൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് ആരും കാണാതെ ഈശോയുടെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചു. അവൾ വിശ്വസിച്ചിരുന്നു, ഈശോയെ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി ഞാൻ സൗഖ്യമുള്ളവളാകുമെന്ന്. അപ്പോൾ തന്നെ അവളുടെ രക്തസ്രാവം നിലച്ചു. ഓ ദിവ്യകാരുണ്യ രൂപനായ ഈശോയെ, അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചുവല്ലോ. ഇപ്പോൾ അങ്ങേ ആരാധിക്കുന്ന അങ്ങയുടെ മക്കളിലേക്ക് വലിയ വിടുതലും വലിയ സൗഖ്യവും അങ്ങ് അയക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകം മുഴുവനിലുമുള്ള എല്ലാ നഴ്സുമാരിലേക്കും ഇപ്പോൾ ടിവിയിലൂടെ നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അവരുടെ കുടുംബത്തിലേക്കും ദിവ്യകാരുണ്യ രൂപനായ ഈശോയെ അങ്ങ് വിടുതലും സൗഖ്യവും അയക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, നിനക്കൊന്നും അസാധ്യമല്ലല്ലോ. ലൂക്കാ 1:37 ലിഖിതം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പിതാവേ, എല്ലാ നഴ്സുമാരിലേക്കും നിന്റെ ആഴമായ വിശ്വാസത്തിന്റെ അഗ്നി അവിടെ നയിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടാം. സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വേദന കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുണ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വേദന കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുണ കാണാം. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. സകല ജാതികളുടെയും പിതാവായി വിശ്വാസികളുടെ പിതാവായി ദൈവം അവനെ ഉയർത്തി. എല്ലാവരും കൈകളെ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, നിനക്ക് ഒന്നും അസാധ്യമല്ലല്ലോ. കർത്താവേ, ദിവ്യകാരുണ്യ രൂപനായ ഈശോയെ, രോഗികളെ സുഖപ്പെടുത്തുന്നവനെ, അങ്ങിൽ നിന്ന് ശക്തി പുറപ്പെട്ടുകൊണ്ട് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന കർത്താവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, ഈശോയെ, ഈശോയെ, ദിവ്യകാരുണ്യ രൂപ, ദിവ്യകാരുണ്യ രൂപ, അവിടുത്തെ നാമം എത്ര മഹനീയം. അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രഘോഷിക്കപ്പെടുന്നു. ഈ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, യേശുനാമമല്ലാതെ. ഞാനും എന്റെ ദിവ്യകാരുണ്യ രൂപനും മാത്രം ഈ നിമിഷം മതി, വേറെ ഒന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ,
ദിവ്യകാരുണ്യ രൂപനായ ഈശോ പറയുകയാണ്, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന്. നമ്മുടെ അവസ്ഥകള് ദിവ്യകാരുണ്യ രൂപന്റെ സന്നദ്ധയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഏത് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലാണ് നാം നടക്കുന്നതെങ്കിലും നമ്മുടെ ദൈവം കൂടെയുള്ളതിനാൽ നാം കുലുങ്ങുകയില്ല. ദാനിയേൽ 3:1 നമ്മൾ കാണുന്നില്ലേ, അതാ 3 ചെറുപ്പക്കാര് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയില് അപ്പനെ സ്തുതിച്ചപ്പോൾ അതാ ഈ ജ്വാലകളെ ആട്ടിമാറ്റിക്കൊണ്ട് അതാ പിതാവ് മാലാഖമാരെ അയക്കുന്നതായിട്ട്. ഓ ദിവ്യകാരുണ്യ രൂപനായ ഈശോയെ, നിന്നെ ആരാധിക്കുന്ന മക്കളിലേക്ക് വലിയ ആഴമായ വിശ്വാസം, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലും ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുവാനുള്ള ആഴമായ വിശ്വാസം നൽകണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സകല കാര്യങ്ങളും അറിയുന്ന ദിവ്യകാരുണ്യ രൂപനായ ഈശോയെ, ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ഞങ്ങൾ ഇതാ അങ്ങയുടെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ദിവ്യകാരുണ്യ രൂപനായി ഞങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവോട് നിറയ്ക്കുവാനും സൗഖ്യവും പ്രദാനം ചെയ്യുവാനുമായിട്ട് കടന്നു വന്നിരിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ ഓരോ മധ്യസ്ഥ പ്രാർത്ഥനകളും ഞങ്ങളിതാ അങ്ങയുടെ സന്നദ്ധയിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. സ്നേഹനിധിയായ ഞങ്ങളുടെ നല്ല ഈശോയെ, ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക തിരുസഭയെയും സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യാസിനികളെയും വചനപ്രഘോഷകരെയും ഓരോ ദിവസവും പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ യാചിക്കുന്നു, നാഥാ കേൾക്കണമേ. പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ യാചിക്കുന്നു, നാഥാ കേൾക്കണമേ. ദൈവമേ, ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. സ്നേഹനാഥ, അവരുടെ ശുശ്രൂഷ മേഖലകളിൽ അങ്ങയുടെ സ്നേഹം പങ്കുവയ്ക്കുവാൻ വേദനിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മുറിവുണക്കി അനുകമ്പയും കാരുണ്യവും സ്നേഹവും കൊണ്ട് ഓരോ മക്കളെയും നിറയ്ക്കുവാൻ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഓരോ നഴ്സുമാരെയും ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ യാചിക്കുന്നു, നാഥാ കേൾക്കണമേ. പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ യാചിക്കുന്നു, നാഥാ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നേഴ്സിംഗ് ഒരു ദൈവവിളിയാണെന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം 100% വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടി ചെയ്യുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഓ ഈശോയെ, ആത്മാക്കളെ നേടുവാനായിട്ട് അങ്ങേ അറിഞ്ഞാൽ മാത്രം പോരാ, വാക്കിലും പ്രവൃത്തിയിലും അങ്ങ് പഠിപ്പിച്ചിട്ടുള്ളവ പാലിക്കുകയും വേണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, ഈ നിമിഷം പൊന്നു തമ്പുരാനെ, ഒരു നേഴ്സായതിന്റെ പേരില് അസ്വസ്ഥതപ്പെടുന്ന വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും, അതുപോലെ നേഴ്സിംഗ് എന്ന് പറയുന്നത് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം മാത്രമായിട്ട് കണക്കാക്കുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. പൊന്നു തമ്പുരാനെ, നിന്റെ വിലയേറിയ തിരുരക്തം കൊണ്ട് അവരെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് അങ്ങയുടെ കണ്ണും നാവും കൈകളും കാലുകളും ഒക്കെ ആയിട്ട് വ്യാപരിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കാരുണ്യനിധിയായ യേശുവേ, ഞങ്ങളുടെ ജോലികളിൽ ഉണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളെയും അങ്ങയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളെ അങ്ങ് ഒരുക്കണമേ. ഞങ്ങളുടെ സ്നേഹസമ്പന്നനായ പിതാവേ, ജോലിയിലും കുടുംബത്തിലും ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും പരാജയങ്ങളെയും അങ്ങയുടെ അടിപ്പിണറുകളാൽ ശതങ്ങളാൽ സൗഖ്യപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ യാചിക്കുന്നു, നാഥാ കേൾക്കണമേ. പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ യാചിക്കുന്നു, നാഥാ കേൾക്കണമേ. ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവമേ, രോഗികളായ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം ഈ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ആതുരസേവനത്തിലൂടെ എല്ലാ കിടപ്പ് രോഗികളിലേക്കും, അതുപോലെ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ ബാധിച്ചവരിലേക്കും, കടക്കണിയിൽ അകപ്പെട്ടവരിലേക്കും, ഈശോയെ, നിരാശയിൽ നിബന്ധിച്ചവർ, രോഗികളായി കഴിയുന്നവർ, ഈശോയെ, ഇവരിലേക്കെല്ലാം മുന്നോട്ട് കടന്നു ചെല്ലുവാൻ, അവരുടെ നിന്റെ ഈശോയെ നിന്റെ സ്നേഹമായി അവരിലേക്ക് എത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ യാചിക്കുന്നു, നാഥാ കേൾക്കണമേ. പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ യാചിക്കുന്നു, നാഥാ കേൾക്കണമേ. ദിവ്യകാരുണ്യ രൂപനായ കർത്താവിന്റെ സന്നിധിയില് അവർക്കെല്ലാവർക്കും ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. സൗഖ്യദായകനായ ക്രിസ്തുനാഥ, ഈ പ്രവാസ ഭൂമി ഞങ്ങൾ ഓരോരുത്തരും വാക്കത്ത് നാട് തേടി അലയുമ്പോൾ കണ്ണുനീരിന്റെ നനവും ഹൃദയവിധയുടെ നമ്പരങ്ങൾ, ആത്മസംഘർഷങ്ങളുടെ അഗ്നിച്ചൂട്, ശാരീരികവും മാനസികവും ആധ്യാത്മികവും സാമ്പത്തികവും വൈകാരികവുമായ വേദനകളിലൂടെ കടന്നു പോകുന്നവര് അവരുടെ ജീവിതത്തിലേക്ക് സൗഖ്യം കൊടുക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ലോകമെമ്പാടുമുള്ള ഈ ആതുരാശുശ്രൂഷരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ നേഴ്സുമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യദായകമായ സ്പർശം വാക്കുകളായി, തൊടലായി, നോട്ടമായി, നല്ല നല്ല പ്രാർത്ഥനകളായി ഈ വേദനിക്കുന്ന മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഞങ്ങളിതാ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിലും വ്യക്തിപരമായ കുടുംബ ജീവിതത്തിലും ഇവരുടെ സമൂഹ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും എല്ലാം നാഥാ നീ കടന്നു ചെല്ലണമേ. നിന്റെ സൗഖ്യദായകമായ സ്പർശം നീ അവർക്ക് നൽകണമേ. വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, ആകുലപ്പെടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിതയാത്രയിൽ എന്നും ഒരു സഹയാത്രികയെ പോലെ പ്രവർത്തിക്കുവാൻ നീ എങ്ങനെയായിരുന്നുവോ നിന്റെ നാട്ടിലെ വേദനിക്കുന്ന മനുഷ്യർക്ക് സഹയാത്രികനായിരുന്നത് പോലെ ദിവികാരനാഥ നിന്റെ സന്നിധിയിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കൃപയിലേക്ക് ഇവരെ നയിക്കണമേ എന്ന്, ആ സൗഖ്യം അവർക്ക് കൊടുക്കണമേ എന്ന്, ഇവരുടെ മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും എല്ലാം നിന്റെ ആത്മീയമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാനുള്ള ആ കഴിവ് കൊടുക്കണമേ എന്ന് ഈശോയെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. നാഥന്റെ മാർവല്ലേ ചൂടെനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്.
ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേ. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തയമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈശോ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ prayer@nursesministry.com എന്ന വിലാസത്തിലേക്ക് മെയിൽ ചെയ്യുക. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.